വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്കായി പ്രാർത്ഥിക്കും. കർത്താവെ, കോട്ടയത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തിരുവല്ലയിൽ എത്രയും വേഗം ഒരു വീട് പണിയുവാൻ അങ്ങ് സഹായിക്കണമേ. പറൂരിൽ നിന്നുള്ള ജോബിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 16 ഞങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ജോയലിൻ്റെ വിദ്യാഭ്യാസത്തിനായും ഭാവിക്കായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള വരുണനും ലവ്ലിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ ബ്ലസ്സിനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. വളരെ ദൈവഭയമുള്ള, സൗന്ദര്യമുള്ള നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. We are going to read a verse from the Bible. ബൈബിളിൽ നിന്ന് നമ്മളൊരു വചനം വായിക്കാൻ പോവുകയാണ്. 2 Corinthians chapter 6 and verse number 2. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6:2. It says, "For he says, in the time of favor I heard you, and in the day of salvation I helped you. I tell you, now is the time of God's favor. Now is the day of salvation." പ്രസാദകാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവിടുന്ന് അരുളി ചെയ്തുവല്ലോ. ഇപ്പോളാകുന്നു ദൈവത്തിൻ്റെ സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. I'm going to talk about living under the favor of God. ദൈവത്തിന്റെ പ്രസാദത്തിന്റെ കീഴിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. So many people in this world, if you look around, are going through a lot of suffering, lot of troubles, financial crisis, family problems, problems with their children. They are tossed to and fro by different winds and billows in the sea. നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾ പലവിധ ജീവിത പ്രശ്നങ്ങളാൽ, മാനസിക ക്ലേശങ്ങൾ ഭാരപ്പെടുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, അവരുടെ അകവും പുറവും അവർ വെന്തുരുകുകയാണ്. We are here with a good news. എന്നാൽ ഇവിടെ ഒരു നല്ല വാർത്തയുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. If you look to Jesus, you can get over from any human problem. നിങ്ങൾ യേശുവിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് മാനുഷിക പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതലുണ്ട്.
Matthew 11 verse number 28, Jesus is standing there with open wide arms and he's saying, "Come to me, all who are heavy burdened, I will give you rest." മത്തായി സുവിശേഷം 11:28 കർത്താവ് തൻ്റെ കരങ്ങളെ വിടർത്തിക്കൊണ്ട് താൻ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. This is a worldwide, international, transgenerational invitation. ഇത് അന്തർദേശീയമായ എല്ലാ തലമുറകൾക്കുമുള്ള കർത്താവിൻ്റെ ഒരു ക്ഷണമാണ്. Hallelujah. ഹല്ലേലൂയ. So in this generation, in this time and season, that invitation is extended to us. ഇന്ന് ഈ തലമുറയിൽ കർത്താവിൻ്റെ ഈ ക്ഷണം നമ്മളുമായി കർത്താവ് പങ്കുവയ്ക്കുകയാണ്. Dear brother, sister, if you are facing any crisis in your life, I'm here to tell you that Christ is the best crisis manager. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും ഉത്തരം. When we depend on Jesus, നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുമ്പോൾ, and when you're weak, He will become your strength. നിങ്ങൾ ബലഹീനരാകുമ്പോൾ കർത്താവ് നിങ്ങളുടെ ബലമായി മാറും. When you lose all your hope, Jesus will become your hope. നിങ്ങളുടെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെടുമ്പോൾ യേശു നിങ്ങളുടെ പ്രത്യാശയായിട്ട് മാറും. When you're rowing through the sea of sorrows, Jesus will come there to give you joy and happiness. നിങ്ങൾ ദുഃഖത്തിലൂടെ നിങ്ങൾ തുഴയുമ്പോൾ കർത്താവ് കടന്നു വന്ന് നിങ്ങൾക്ക് സന്തോഷം പകർന്നു തരും. Hallelujah. ഹല്ലേലൂയ. When you go through the periods, seasons of sickness, Jesus will come as your doctor. നിങ്ങൾ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ യേശു സൗഖ്യദായകനായി വൈദ്യനായി കടന്നു വരും. When you're surrounded by thousands of question marks, Jesus will come and say, "I am the answer to all your questions." ആയിരക്കണക്കിന് ചോദ്യങ്ങളിൽ നിങ്ങൾ വലയം ചെയ്യപ്പെടുമ്പോൾ കർത്താവ് വന്നിട്ട് പറയും, ഞാനാണ് നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. When you face death, Jesus will say, "I am the life." നിങ്ങൾ മരണത്തെ അഭിമുഖം കാണുമ്പോൾ കർത്താവ് പറയും, ഞാൻ ജീവനാകുന്നു. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. When you look around and see no way, Jesus will come and say, "I am the way." നിങ്ങൾ ചുറ്റും നോക്കുന്നു, ഒരു വഴിയും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ കർത്താവ് പറയും, ഞാൻ തന്നെ വഴി. Hallelujah. ഹല്ലേലൂയ. When you're confused, Jesus will come and say, "I am the truth." നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാനാകുന്നു സത്യം. When you are in darkness, you cannot see anything around, then Jesus will come and say, "I am your light." നിങ്ങൾ അന്ധകാരത്തിൽ ഒന്നും ചുറ്റും കാണാൻ കഴിയുന്നില്ല, അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ വെളിച്ചമാകുന്നു. When your spirit and soul is so hungry, Jesus will come and say, "I am the living bread." നിങ്ങളുടെ ആത്മാവ് വിശന്ന് ദാഹിച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് വന്ന് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. When you think that there is no fruit in your life, there is no result in your life, I am useless, then Jesus will come and say, "I am the true vine, come to me, become my branch, you will bear fruit." നിങ്ങൾ ജീവിതത്തിൽ ഒരു ഫലം കായ്ക്കാനില്ലാതെ, നിങ്ങൾ ഒരു ഫലവും പുറത്തേക്ക് വരാതെ നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഈ എൻ്റെ മുന്തിരിവള്ളിയായി മാറുക, നിങ്ങൾ ഫലം കായ്ക്കാൻ പോവുകയാണ്. When you look around and try every door, knocking, and when no door is opened, Jesus will come and say, "I am the door." നിങ്ങൾ പല വാതിലുകളും മുട്ടി, ചുറ്റും നോക്കി, പല വാതിലുകളും മുട്ടിമുട്ടി നോക്കിയിട്ട് തുറന്നിട്ടില്ലെങ്കിൽ യേശു നിങ്ങളോട് പറയുകയാണ്, ഞാനാകുന്നു വാതിൽ. In my spirit I see a vision, a dark cloud, and there is pitch darkness, but a beam of light is penetrating through the dark cloud, and that light is Jesus. The Lord says, "I'm coming into your life as a light to give a brightness in your life." ഇപ്പോൾ കർത്താവിന് ഒരു കാഴ്ച കാണിക്കുന്നു. വളരെ ഇരുണ്ടുകൂടിയ മേഘങ്ങൾക്കിടയിലൂടെ, അന്ധകാരത്തിന് ഇടയിലൂടെ ഒരു വെളിച്ചം തുളച്ചു കയറി, ഒരു പ്രകാശത്തിന്റെ കിരണം തുളച്ചു കയറി ചിലരുടെ മേൽ വരുന്നത് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. Lift up your hands and thank the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? All dark clouds are being scattered by the wind of the Holy Spirit. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റിനാൽ എല്ലാ ഇരുട്ടിന്റെ മേഘങ്ങളും ഇതാ മാഞ്ഞു And പോവുകയാണ്. your light has dawned right now. ഇപ്പോൾ നിങ്ങളുടെ പ്രഭാതം വന്നിരിക്കുകയാണ്. Jesus is coming to your life as a son of righteousness. ഇതാ നീതി സൂര്യനായ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. Hallelujah. ഹല്ലേലൂയ. From today your life is going to change. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. Because the hands of Jesus is at work in your life. കാരണം യേശു കർത്താവിന്റെ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. Say one more hallelujah to ഒരു the Lord. ഹല്ലേലൂയ കൂടെ. A thunderous clap offering to the Lord. ശക്തമായ കരഘോഷത്തോടു കൂടി കർത്താവിനെ സ്തുതിച്ചാലും.
this is the verse we read 2 Corinthians chapter 6 and verse number 2. നമ്മൾ വായിച്ചത് 2 കൊരിന്ത്യർ 6:2. God says, in the time of favor I heard you, and in the day of salvation I helped you. കർത്താവ് പറയുകയാണ്, പ്രസാദ കാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. God says there is a time of favor. ഇവിടെ കർത്താവ് പറയുന്നു, ഇതാ പ്രസാദത്തിന്റെ ഒരു കാലമുണ്ട്. And God says there is a day of salvation. മാത്രമല്ല രക്ഷയുടെ ഒരു ദിവസമുണ്ട്. Then the second part of the same verse says, I tell you, now is the time of God's favor. എന്നാൽ ആ വചനത്തിന്റെ രണ്ടാം ഭാഗം പറയുകയാണ്, ഇപ്പോൾ ആകുന്നു ദൈവത്തിന്റെ സുപ്രസാദ കാലം. And now is the day of salvation. ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. There was a time the human community waited and waited for so many centuries to see the favor of God. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മനുഷ്യൻ മുഴുവൻ, മാനവരാശി മുഴുവൻ കർത്താവിന്റെ പ്രസാദത്തിനു വേണ്ടി കാത്തിരുന്നൊരു കാലം. Many centuries they waited. ഒത്തിരി നൂറ്റാണ്ടുകൾ അവർ കാത്തിരുന്നു. And finally Jesus came into this world. അങ്ങനെ അവസാനം യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. And he divided the whole human history into two, BC and AD. താൻ മാനവ ചരിത്രത്തെ രണ്ടായിട്ട് വിഭാഗിച്ചു, BC-യും AD-യും. And we are living in the period of AD, after Jesus came into this world. നമ്മൾ ഇന്ന് AD-യിലാണ് നമ്മൾ ജീവിക്കുന്നത്, യേശുവിന്റെ കാലശേഷമുള്ള കാലം. Hallelujah. ഹല്ലേലൂയ. From the time Jesus came into this world, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ it is the time of God's favor upon us. നമ്മുടെ മേൽ കർത്താവിന്റെ പ്രസാദത്തിന്റെ കാലമാണ്. And before that, so many prophets, so many prophetesses, so many anointed men and women of God, they were fasting and praying and looking forward to the coming of the Messiah. എന്നാൽ അതിനു മുൻപ് അനേക പ്രവാചകന്മാർ, അനേക പ്രവാചകിമാർ, അനേകർ ഈ മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. Hallelujah. ഹല്ലേലൂയ. And when Jesus came into this world, യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ he came as the Son of God. ദൈവപുത്രനായിട്ടാണ് കർത്താവ് വന്നത്. And when he had taken baptism under the hands of John the Baptist in the river of Jordan, there was a sound heard, a loud sound heard, and the sound said, this is my beloved son in whom I am well pleased. അവിടെ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ വലിയൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. All the pleasure and all the favor of the Father came upon the Son Jesus Christ. പിതാവാം ദൈവത്തിന്റെ സകല ആനന്ദവും പ്രസാദവും ഇതാ പുത്രനായ യേശുവിൽ വന്നിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So he was a well pleased Son of God. ദൈവത്തിന്റെ ഏറ്റവും പ്രസാദം നിറഞ്ഞ മകനായിരുന്നു യേശു. Hallelujah. ഹല്ലേലൂയ. And the favor is coming to us through Jesus. ഈ ദൈവപ്രസാദം യേശുവിലൂടെ നമ്മിലേക്ക് വരികയാണ്. Hallelujah. Hallelujah. And from that time, if we study the scriptures, we can understand one thing, that we are now in the time of God's favor. ആ ഭാഗം മുതൽ നമ്മൾ വചനം പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളിപ്പോൾ ദൈവപ്രസാദത്തിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. That's why the Bible says now is the time of God's favor. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇപ്പോൾ ആകുന്നു ദൈവത്തിന്റെ പ്രസാദകാലം. Now is the day of salvation. ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. Hallelujah. Hallelujah. Can you think of this? ഇങ്ങനെ ചിന്തിക്കാമോ? If today is the day of salvation, I can get saved. ഇന്ന് രക്ഷയുടെ ദിവസമാണെങ്കിൽ എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. God never says tomorrow. കർത്താവ് ഒരിക്കലും നാളെ എന്ന് പറയാറില്ല. God always says now. കർത്താവ് എപ്പോഴും പറയുന്നത് ഇപ്പോൾ, Today. ഇന്ന്. Hallelujah. ഹല്ലേലൂയ. So when this blessing festival is going on this day, upon everyone sitting here, God has his favor and God wants to give you salvation. ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ കർത്താവിന് തന്റെ പ്രസാദവും തന്റെ രക്ഷയും നിങ്ങൾക്ക് നൽകുവാൻ തയ്യാറാണ്. But if you think someday God will have mercy on me and my situation will change, it will be extended. നിങ്ങൾ ചിന്തിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം കർത്താവിനെ തോടും, എൻ്റെ അവസ്ഥകളൊക്കെ മാറും, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് വീണ്ടും നീട്ടിവെക്കപ്പെടും. But God's word says, the unchanging word of God says, now is the day of salvation. എന്നാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്നാകുന്നു രക്ഷാ ദിവസം. Lift up your right hand.
കരങ്ങളെ വലതുകരം ഉയർത്താമോ? Everybody said today. പറയാമോ? ഇന്ന്. ഉറക്കെ. ഇന്ന്. കുറേ കൂടി ഉറക്കെ. ഇന്ന്. ഇങ്ങനെ പറയാ, ഇന്ന് ഇന്ന് എൻ്റെ രക്ഷാ ദിവസമാണ്. എന്റെ രക്ഷാ ദിവസമാണ്. ഇടത്തെ കൈ ഉയർത്തിക്കൊണ്ട് പറയുക, ഇന്ന് ഇന്ന് എൻ്റെ രക്ഷാ ദിവസമാണ്. എന്റെ രക്ഷാ ദിവസം. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുക, ഇപ്പോൾ എനിക്കുള്ള സുപ്രസാദകാലമാണ്. സുപ്രസാദകാലം. കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. Now, this is a verse taken from the book of Isaiah. ഈ വചനം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വചനമാണ്. Paul quoted this from book of Isaiah, chapter number 49 and verse number 8. പൗലോസ് യെശയ്യാ പ്രവചനം 49-ന്റെ 8-ാം വചനമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. Let's read that also. This is what the Lord says: in the time of my favor I will answer you, and in the day of salvation I will help you. I will keep you and will make you to be a covenant for the people, to restore the land and to reassign its desolate inheritances. ഇപ്രകാരമാണ് അത് വായിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സുപ്രസാദ കാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഭൂമിയെ ഉദ്ധരിക്കുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ സ്വായത്തമാക്കുവാനുമായി ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് ഒരു ഉടമ്പടിയായി നൽകും. There are some promises and blessings attached to this declaration. ഈ പ്രഖ്യാപനത്തിനോടൊപ്പമായി ചില ദൈവിക വാഗ്ദത്തങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. First, through the prophet, the Lord says, in the time of favor I will answer you. അവിടെ പ്രവാചകരുടെ കർത്താവ് പറയുകയാണ്, ഈ പ്രസാദ കാലത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. You have prayed a lot of prayers to the Lord. നിങ്ങൾ കർത്താവിനോട് നിരവധി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. Every day a number of prayers are coming out of your heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിരവധി പ്രാർത്ഥനകളാണ് ഒരു ദിവസം ഉയരുന്നത്. But the Lord says, because it is the day of my favor, I'm going to answer all your prayers. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ഇത് എൻ്റെ പ്രസാദത്തിന്റെ ദിവസമായിരിക്കുകയാൽ നിന്റെ പ്രാർത്ഥനകൾക്കൊക്കെ ഞാൻ മറുപടി തരാൻ How many പോകുകയാണ്. of you can believe in your heart that the Lord is going to give me answers to all my prayers? നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും, എൻ്റെ കർത്താവ് എൻ്റെ സകല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകാൻ പോവുകയാണ്? Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ടെമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാംബാബു, അൻകിത് റാംബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ബ്രദർ ഈ മോളുടെ പേര് ആദിത്യ എന്നാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് താൻ കൂട്ടുകാരും മൊത്തം കുടുംബാംഗങ്ങളിലൊപ്പം ആറ്റിൽ കുളിക്കാൻ പോയി. ഈ മോളോ? ഇവരെല്ലാവരും കൂടെ ഒന്ന് കുളിക്കാൻ പോയി. താനും വേറൊരു കൂട്ടുകാരിയും കൂടെ ആറ്റിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. അധികം വെള്ളമില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ തള്ളുന്നത് പോലെ ഒരു തോന്നൽ വന്നു. ഇവർ രണ്ടുപേരും ആറ്റിലോട്ട് വീഴുവാനിടയായി തീർന്നു. ആറ്റിലേക്ക് വീഴാനിടയായി തീർന്നു. അതിനുശേഷം പറയുന്നത് ഇങ്ങനെ, പെട്ടെന്ന് ഈ രണ്ട് പിള്ളേരും താഴ്ന്നു പോയി
താന്നു പോയത് ഈ മകളും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയും. കൂട്ടുകാരി. ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് താന്നുപോയി. പക്ഷെ ഇവരെല്ലാവരും, ബാക്കി ബന്ധുക്കളെല്ലാവരും കുറച്ച് അകലെയായിരുന്നു. ഇവർക്ക് നീന്തൽ അറിയാമെങ്കിലും പെട്ടെന്ന് നീന്തി എത്താൻ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി. അപ്പോഴേക്കും ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ പെട്ടെന്ന് നിലവിളിച്ചു. ഇവർ പറയുകയാണ്, ആരോ ഒരു പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് അതുവഴി നടന്നു പോവുകയായിരുന്നു. അയാൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഈ രണ്ട് കുഞ്ഞുങ്ങളെയും, താന്നുകൊണ്ടിരുന്ന ഈ കുഞ്ഞുങ്ങളെ വേഗത്തിൽ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് വേഗത്തിൽ കരയിലെത്തിച്ചു. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, മരണത്തോളം താന്നുകൊണ്ടിരുന്ന ആ പിള്ളേരെയാണ് പെട്ടെന്ന് ഒരു അപരിചിതൻ വന്ന് രക്ഷിക്കുവാനിടയായിത്തീർന്നത്. അപരിചിതനെ ദൈവം അവിടെ ആ ഭാഗത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങി നടന്നേനെ. യേശു രക്ഷിച്ചു. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻ്ററിൽ വെച്ച് നമ്മൾ ടീൻസ് ആൻഡ് യൂത്ത് ക്യാമ്പ് കഴിഞ്ഞ പ്രാവശ്യം നടത്തി. അന്ന് ഈ മകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞവിടെ വന്നു. അതെ. അവിടെ വെച്ച് തനിക്ക് ആദ്യത്തെ ദിവസം തന്നെ വൈകുന്നേരമായപ്പോൾ ശരീരത്തൊക്കെ നീര് വെച്ചതുപോലെ ഒരു ഇത് വന്നു. ശരീരം നീര് വെക്കുന്നത് പോലെ തോന്നി. അപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ അവർ വിചാരിച്ചത് അന്ന് ഗെയിംസ് കളിച്ചപ്പോൾ താൻ കുറേയധികം ചാടുകയും ഓടുകയും പിന്നെ വർഷിപ്പിൻ്റെ ഇടയിലൊക്കെ ചാടാനും ഓടാനൊക്കെ തുടങ്ങിയതുകൊണ്ട് ചിലപ്പോൾ ശരീരം അനങ്ങിയതുകൊണ്ടായിരിക്കാം നീര് വന്നതെന്ന് വിചാരിച്ചു. ആ ക്യാമ്പ് 1-2 ദിവസം കഴിഞ്ഞ് ഇവർ വീട്ടിലോട്ട് മടങ്ങി വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും നീര് ഇതുപോലെയുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടവരെല്ലാവരും പറഞ്ഞത് ഒരുപക്ഷെ അങ്ങനെ പരിചയമില്ലാത്ത രീതിയിൽ ചാടിയത് കൊണ്ടായിരിക്കാം അങ്ങനെ നീര് വന്നതാണെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ നീരും മാറിപ്പോയി. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പഴയതിനേക്കാളും കൂടുതലായി, കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിൽ തൻ്റെ ശരീരം നീര് വെച്ചു. ഈ മകളുടെ 2 ഇരട്ടി വലിപ്പമുള്ള ശരീരമായി താൻ തീർന്നു. ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാ, മുഖത്തും കണ്ണുപോലും കാണാൻ പറ്റാത്ത രീതിയിൽ ശരീരം മുഴുവനും നീര് വെച്ചു. മുടിനാരിൻ്റെ ഇടയിൽ പോലും നീരുപോലെ വലിപ്പം വെച്ചു. ഈ മകളെ ആരും കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ അതുപോലെ നീരായി. ഇവർ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്നും കുറച്ച് കൂടെ നല്ല ഒരു ഹോസ്പിറ്റലിലോട്ട് അവർ പ്രിഫർ ചെയ്തു. അതിനുശേഷം അവർ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് കുറേയധികം ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി നോക്കി, പല ടെസ്റ്റുകളും നടത്തി. ആദ്യം കുറേ നാളുകളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന്. പക്ഷേ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, ഇത് കിഡ്നിയുടെ പ്രോബ്ലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നീര് വരുന്നതെന്ന്. ഈ അമ്മ പറയുന്നു, ഇവർ തിരുവനന്തപുരം ബ്ലെസ്സിങ് സെൻ്റർ, ആറ്റിങ്ങൽ ബ്ലെസ്സിങ് സെൻ്ററിലെയും ശുശ്രൂഷകരെ ഫോണിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഈ സഹോദരി പറയുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഡോക്ടർമാർ കിഡ്നിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ ടെസ്റ്റിൽ കണ്ടു ഇത് കിഡ്നിയുടെ ഒരു കുഴപ്പവുമില്ല, ഇതൊരു ചെറിയൊരു അണു തൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തി. ഇപ്പോൾ ആ മകൾ പൂർണ്ണമായും, ഡോക്ടർമാരും എല്ലാവരും ഭയപ്പെട്ടു, മരിച്ചു പോകുമെന്ന് പലരും പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് മരിച്ചു പോകുമെന്നോ. പക്ഷേ ദൈവം അതിനിടയാക്കിയില്ല. തന്നെ പൂർണ്ണമായും അതിൽ നിന്ന് സൗഖ്യമാക്കി അനുഗ്രഹത്തോടു കൂടി തന്നെ നിർത്തിയിരിക്കുകയാണ്. 2 മരണം മാറി, 2 പ്രാവശ്യം. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയും. കർത്താവേ, അങ്ങ് കൊടുത്ത ഈ വിടുതലിനായി നന്ദി പറയുന്നു. കർത്താവേ, ജീവനോട് ഇന്നിവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ 2 പ്രാവശ്യം കർത്താവ് ചെയ്ത അത്ഭുതത്തിനായി നന്ദി. ഇതുപോലെ മരണത്തെ മുഖാമുഖം കാണുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അത്ഭുതകരമായി രക്ഷിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ വിശ്വസിക്കുക, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. കർത്താവെ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ആശുപത്രികളിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്ന പലരെയും കർത്താവ് സൗഖ്യമാക്കുന്ന. നിങ്ങളെ പല ഉപകരണങ്ങളും ഘടിപ്പിച്ചിട്ടുണ്ട്, ട്യൂബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില ട്രീറ്റ്മെൻറ്റിലാണ്, എന്താകും കാര്യങ്ങൾ എന്നറിഞ്ഞുകൂടാ, അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് ആ ഹോസ്പിറ്റലിൽ വന്ന് സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ ജയിലുകളിൽ ആയിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ലൈഫ് ചേഞ്ച് ഉണ്ടാകാൻ ദൈവം
നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്. അതുപോലെ പുകവലി, മദ്യപാനം, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾക്കൊക്കെ അടിമകളായ ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ വിവിധ രീതിയിലുള്ള അലർജികൾ കർത്താവ് സൗഖ്യമാക്കുന്നു. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ പൂർണ്ണമായും മാറിപ്പോട്ടെ. ഇൻ ജീസസ് നെയിം മാറിപ്പോട്ടെ, മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാലിൻ്റെ പാദത്തിൽ നീര് വന്ന് വീർത്തിരിക്കുന്ന ചില വ്യക്തികൾ പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. അതുപോലെ ആന്തരിക അവയവങ്ങളിൽ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകളിങ്ങനെ നീട്ടി നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായ ഓരോരുത്തരെയും അങ്ങ് വിടുവിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ഈ ഏറ്റവും ലേറ്റസ്റ്റായി പ്രസിദ്ധീകരിച്ച ദൈവപ്രസാദം, ദ ഫേവർ ഓഫ് ഗോഡ്, ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റെ കോപ്പികൾ ലഭ്യമാണ്. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, നിങ്ങളെ കോപ്പികൾ കരസ്ഥമാക്കാം. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള പുസ്തകങ്ങളും നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.